ഹായ് ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ജസ്റ്റ് ട്രാവലേഴ്സ്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് എത്തി. അടുത്ത ട്രിപ്പ് എവിടെയാണെന്നല്ലേ? വേറെ എവിടെയല്ല, ഞങ്ങളുടെ സ്വന്തം പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി. ഈ ഒരു നെല്ലിയാമ്പതി ട്രിപ്പ് ഞങ്ങൾ കുറേ കാലമായി പ്ലാൻ ചെയ്തിട്ട്, ബട്ട് ഒന്നും വർക്കൗട്ടായില്ല. ഇപ്പാന്നൊന്ന് വർക്കൗട്ടായി വന്നത്. അച്ഛനായിരുന്നു ഭയങ്കര നിർബന്ധം നെല്ലിയാമ്പതി പോകാൻ. ഏകദേശം ഒരു 2 മാസത്തോളം മറ്റോ ആയി നെല്ലിയാമ്പതി പ്ലാൻ ചെയ്തിട്ട്. അങ്ങനെ ഒരു വീക്കെൻഡ് വന്നു. വേറെ ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ബട്ട് വർക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് മാത്രമേ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്രയും ലാഗായത് എനിക്ക് ആ ഒരു ലീവിൻ്റെ ഒക്കെ പ്രശ്നമുള്ളത് കൊണ്ട്. സോ ഞങ്ങളിത് പോകുന്നത് ശനിയാഴ്ച ആണെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ആയപ്പോൾ ഒരു പ്ലാൻ ഉണ്ട്, നാളെ ഏർലി മോർണിംഗ് പോയാലോ. സോ അങ്ങനെ ഞങ്ങൾ നെല്ലിയാമ്പതി പ്ലാൻ. ഈ ഒരു നെല്ലിയാമ്പതി ട്രിപ്പ് അച്ഛൻ പ്ലാൻ ചെയ്തതാണെങ്കിൽ കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്ത ടൈം നെല്ലിയാമ്പതി ട്രിപ്പിന് അച്ഛനില്ല. ബിക്കോസ് അച്ഛൻ ഏർജൻ്റായിട്ട് എറണാകുളം വരെ ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ. എന്തായാലും പ്ലാൻ ചെയ്തതല്ലേ, സോ എന്തായാലും ഇത്തവണ പോയേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ 4 ആൾ, അച്ഛനില്ലാണ്ട് ഞങ്ങൾ ബാക്കി 4 ആൾക്കാർ പോകാനാണ് ഇപ്രാവശ്യം പ്ലാൻ ചെയ്തത്. സോ അങ്ങനെ പാക്കൊക്കെ ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് വലിയ ബ്ലോക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. വേഗം തന്നെ ഞങ്ങൾ കോഴിക്കോടെത്തി. അങ്ങനെ കോഴിക്കോട് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാമെന്ന് പ്ലാൻ ചെയ്ത് മലബാർ വൈറ്റ് ഹൗസ്, അതായത് പുതിയൊരു റെസ്റ്റോറൻ്റ് ആണ്. വൈറ്റ് ഹൗസ് ഓൾറെഡി ഉണ്ട്, ബട്ട് ഞങ്ങൾ കയറിയത് പുതിയ റെസ്റ്റോറൻ്റ് ആണ്, ഹൈവേ തന്നെ. അവിടെ കയറി ഫുഡ് കഴിച്ചു. ഞങ്ങളൊരു ഏർലി മോർണിംഗ് 5 o'clock ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഏത് ട്രിപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഫുഡ് അടിയാണല്ലോ. ഫുഡ് അടിക്കാൻ തന്നെയാണല്ലോ ഞങ്ങൾ മെയിനായിട്ട് ട്രിപ്പ് വേണ്ടി ഇറങ്ങുന്നത്. സോ ആരാംസെ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പാലക്കാട് ടൗൺ കേട്ടോ. പാലക്കാട് നിന്ന് ലഞ്ച് കഴിക്കാനാണ് പ്ലാൻ ചെയ്തത്. ടൗണിലൊക്കെ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടൗണൊക്കെ മാറി നെന്മാറയൊക്കെ എത്തുമ്പോൾ ഫുഡ് കഴിക്കാനായിരുന്നു പ്ലാൻ. അങ്ങനെ ഞങ്ങൾ നെന്മാറെത്തി നല്ലൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. അങ്ങനെ ഇതാ ഗൈസ്, ഞങ്ങൾ ഓൾമോസ്റ്റ് നെല്ലിയാമ്പതി സൈഡിലെത്തിയിരിക്കുന്നു. നല്ല പ്രകൃതി രമണീയമായ പതലോടെ ഇങ്ങനെ പോന്നു. ക്ലൈമറ്റൊക്കെ അത്യാവശ്യം ചേഞ്ച് ആയി കേട്ടോ. ഒരു ചൂടൊക്കെ മാറി നല്ല തണുപ്പ്, നല്ല കുളിർമയേകാൻ തുടങ്ങി. ഞങ്ങളെ ഫസ്റ്റ് സ്പോട്ടായ പോത്തുണ്ടി ഡാം വിസിറ്റ് ചെയ്യാനായിരുന്നു ഞങ്ങളെ പ്ലാൻ. ഈ പോത്തുണ്ടി ഡാം ഞങ്ങൾ നെല്ലിയാമ്പതി ചുരം കയറുന്നതിന് മുന്നേ തന്നെയാണ്. ഞാൻ ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത പ്ലേസ് ആയിരുന്നു ഈ പോത്തുണ്ടി ഡാം. സോ പോത്തുണ്ടി ഡാമൊക്കെ വിസിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ചുരമൊക്കെ മെല്ലെ കയറാനായിരുന്നു പ്ലാൻ ചെയ്തത്. ഈ സ്റ്റെപ്പൊക്കെ കണ്ടിട്ട് അമ്മ സീനായിട്ട് നിൽക്കുന്നതായിരുന്നു. സോ അമ്മയെ വെയിറ്റ് ചെയ്യുന്ന സീനായിരുന്നു. ഈ സ്റ്റെപ്സ് ഒക്കെ കയറി ഫസ്റ്റ് തന്നെ കാണുന്നത് ഡാമിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ നെല്ലിയാമ്പതി മലനിരകളും. ആ ഒരു വ്യൂ അടിപൊളി വ്യൂ ആണ്. പോസിറ്റീവ് എനർജി നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മയെ വെയിറ്റ് ചെയ്യുന്ന ഞങ്ങൾ ടൈമൊക്കെ വേസ്റ്റ് ആണെന്ന് ഞങ്ങൾ ഓടിക്കേറി സംഭവം കണ്ട്. അപ്പോൾ ഇതാണ് സീൻ. സ്റ്റിൽ കയറിക്കൊണ്ടേ നിൽക്കുന്നു. പോത്തുണ്ടി ഡാം ഇന്ത്യയിലെ ഫസ്റ്റ് എർത്ത് ഡാം എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഓൾസോ ഏഷ്യയിലെ സെക്കൻഡ് എർത്ത് ഡാം. ഫുള്ളി സിമെന്റ് ഒഴിവാക്കിയിട്ട് ശർക്കരയും ചുണ്ണാമ്പും കളിമണ്ണും മിക്സ് ചെയ്ത് സിമെന്റായി യൂസ് ചെയ്താണ് ഈ കോർ ഡാം കൺസ്ട്രക്ട് ചെയ്തത്. ബാക്കിയുള്ള ഭാഗം കരിങ്കല്ലും മണ്ണും.
അങ്ങനെ ഞങ്ങൾ പോത്തിന് ഡാമൊക്കെ കണ്ട് വിസിറ്റ് ചെയ്ത് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് നെല്ലിയാമ്പതിയിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇവിടെ ഞങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കണം. അതായത് ഞങ്ങളെ വണ്ടി നമ്പർ, പേര്, എത്ര പേരുണ്ട്, ഞങ്ങൾ എവിടെ സ്റ്റേ ചെയ്യുന്നത്, അതൊക്കെ. അഥവാ ഞങ്ങൾ തിരിച്ച് സ്റ്റേ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് 6 മണിക്ക് മുന്നേ ഈ ഗേറ്റ് കടക്കണം. ഞങ്ങളെ സ്റ്റേ വരുന്നത് ഒരു എക്സ്ട്രീം കാടിൻ്റെ ഉള്ളിൽ ഒരു ഫാം ഹൗസിലാണ്. ഞങ്ങൾക്ക് താഴെ നല്ല പോലെ മഴ കിട്ടി കേട്ടോ. ബട്ട് മുകളിലെത്തിയപ്പോൾ അങ്ങനെ മഴയൊന്നുമില്ല. ടോപ്പിലെത്തുന്നതിനനുസരിച്ച് അത്യാവശ്യം കോടയൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. സോ സ്റ്റോപ്പ് ചെയ്ത് കോടയ്ക്ക് ആസ്വദിച്ച് പോവാന്ന് വിചാരിച്ചു. റോഡിലൊന്നും അങ്ങനെ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. വെരി പീസ്ഫുൾ ആൻഡ് കാംഫുൾ ഏരിയ. ഈ പ്രദേശത്തുള്ള കുരങ്ങന്മാർക്ക് കുറച്ചധികം കുറുക്ക് കൂടുതലാണെന്നൊരു സംശയമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ വയനാടൊക്കെ കമ്പയർ ചെയ്യുമ്പം ഈ നാട്ടിലെ കുരങ്ങന്മാർക്ക് കുറച്ച് അറ്റാക്കിംഗ് സീൻസ് കൂടുതലാണ്. ഈ തണുപ്പത്ത് ഒരു തണുപ്പുള്ള ഐസ്ക്രീം, അത് വേറെ ലെവലല്ലേ.
അമ്മ കുരങ്ങന്മാരെ പേടിച്ച് ഓടിച്ചാടി വണ്ടിയിൽ കയറുന്ന ഒരു സീനാണ് ഇപ്പൊ കാണുന്നത്. ഞങ്ങൾ വാങ്ങിച്ച ഐസ്ക്രീം ഞങ്ങളെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോയി കഴിക്കുന്ന സീനാണ് ഇപ്പൊ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഗൈസ്, ഈ ഒരു റോഡ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഞങ്ങളെ ഫാം ഹൗസിന്റെ റോഡാണ്. ഇത് നെല്ലിയാമ്പതി ടൗൺ ഒക്കെ എത്തുന്നതിന് മുന്നെയാണ് ഈ ഫാം ഹൗസ് വരുന്നത്. ഇത് ഓഫ് റോഡാണ് കേട്ടോ. കാറും നല്ലോടെ ഞങ്ങൾ കാറൊക്കെയാണ് എടുത്തു വരുന്നതെങ്കിൽ ഇവർക്ക് സെപ്പറേറ്റ് വേറെ തന്നെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഈ ഒരു ഫാം ഹൗസിന്റെ. സോ അവിടുന്ന് ഇവരെ വണ്ടി, അതായത് ഓഫ് റോഡ് പോകുന്ന വണ്ടി ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടി വരും. ഞങ്ങൾ താറായതുകൊണ്ട് അവർ പറഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ല, താറല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വണ്ടി തന്നെ പോകാൻ തീരുമാനിച്ചു. നല്ലൊരു ഓഫ് റോഡാണ് കേട്ടോ. അവരാദ്യം ഞങ്ങളെ പേടിപ്പിച്ചൊക്കെ ഉണ്ടായിരുന്നു. ആനയുണ്ടാവും, മുയലുണ്ടാവും, പട്ടിയുണ്ടാവും, കുറുക്കനുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. എന്നാലും ജസ്റ്റ് ഓക്കെ പോവാം, ഞങ്ങളെ വണ്ടി തന്നെ എടുത്ത് പോവാം, പോകുന്നിടത്തം വരെ പോവാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വണ്ടി എടുത്ത് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. കുറേ മുന്നോട്ടെത്തിയപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. അവർ പറഞ്ഞ് പേടിപ്പിച്ചതൊന്നുമല്ല, ആനയും പുലിയും ഒക്കെ തന്നെ ഉണ്ടെന്ന്. ബിക്കോസ് ഞങ്ങൾ ആനപ്പിണ്ടൊക്കെ കുറേ കാണുന്നുണ്ടായിരുന്നു റോഡിലും അവിടെ ഇവിടെയൊക്കെ. ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാനായിരുന്നു പ്രയാസം. ബാക്കിയൊക്കെ അടിപൊളിയാണ്. കാട്ടിലൂടെയുള്ള ഈ ഒരു യാത്ര അടിപൊളിയാണ്. ബട്ട് ഇവിടെ കാര്യമായിട്ട് വണ്ടിയൊന്നും വരാനില്ല. റിസോർട്ടിൽ വരുന്ന ആൾക്കാരെ പിക്ക് ആൻഡ് ഡ്രോപ്പ്, അതിനുള്ള വണ്ടികൾ മാത്രമേ ഈ വഴിയിലൂടെ പോകുന്നുള്ളൂ. കിലോമീറ്റർ കൊടുങ്കാട്. ആ കൊടുങ്കാടിന്റെ ഉള്ളിലാണ് ഈ ഫാം ഹൗസ് വരുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഒരു സാഹസികമായ ഓഫ് റോഡ് യാത്ര കഴിഞ്ഞ് ഫാം ഹൗസിലെത്തി. ഒരുപാട് ഫാമിലീസ് ഉണ്ട് കേട്ടോ. എല്ലാ റൂംസും ബുക്ക്ഡ് ആണ്. ബട്ട് ഞങ്ങളെ വണ്ടി മാത്രമേ ഈ ഫാം ഹൗസിലേക്ക് എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ വണ്ടി റോഡിൽ ഇവരെ പാർക്കിംഗ് ഏരിയയിലാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങളെ കോട്ടേജ് ഒക്കെ ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾക്ക് അവർ കോട്ടേജ് ഒക്കെ ചെക്ക് ഇൻ ചെയ്ത് ചായയൊക്കെ കുടിച്ച് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. സോ വരുന്ന വഴി ആനയും പുലിയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും കാണാതുകൊണ്ട് ഒന്നും കൂടെ ഒരാഗ്രഹം, ഒന്ന് ആനയും പുലിയൊക്കെ കാണാമെന്ന്. സോ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ഇവരെ ഫാം ഹൗസിന്റെ ജീപ്പ് കേട്ടോ. ഇതിലാണ് ഫാമിലീസിനെ അങ്ങോട്ട് പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നത്. നെല്ലിയാമ്പതി ടൗൺ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. സോ ടൗൺ ആ ഭാഗത്തേക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. ഞങ്ങളെ സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അഗൈൻ ഫാം ഹൗസിലേക്ക് പോവുകയാണ്.
അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഈ ഫാം ഹൗസിന്റെ ചുറ്റുവട്ടം തന്നെ കുറേ പ്ലേസസ് ഇങ്ങനെ ഓഫ് റോഡ് പോകാൻ തന്നെ വേറെ കാണാൻ മാത്രം ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ വണ്ടി എടുത്ത് പോകാൻ കുറച്ച് വഴികളും റോഡുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇന്നത്തെ ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നെല്ലിയാമ്പതിയിലെ കുറച്ച് ടൂറിസ്റ്റ് സ്പോട്സ് എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തത്. ഞങ്ങൾ റൂമൊക്കെ ചെക്ക്ഔട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നെല്ലിയാമ്പതിയുടെ ബ്യൂട്ടി ഇതാ ഗൈസ്, നീണ്ടു നിവർന്ന് കിടക്കുന്നു. നെല്ലിയാമ്പതിയിൽ മോസ്റ്റ് ഓഫ് ദ സ്പോട്സും വരുന്നത് വ്യൂ പോയിന്റ് ഒക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് ഓഫ് റോഡ് സവാരി. ഞങ്ങൾ അങ്ങനെ ആദ്യത്തെ സ്പോട്ടായ സീതാർകുണ്ട് വ്യൂ പോയിന്റിലെത്തി. ഈ ഒരു എൻട്രൻസിൽ ടോക്കൺ ഒക്കെ എടുക്കാനുണ്ട് കേട്ടോ. ഇതൊരു എസ്റ്റേറ്റ് ആണ്, ഫുൾ ടീയും കാപ്പിയൊക്കെ ചേർന്നൊരു എസ്റ്റേറ്റ് ആണ്. ഈ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടിയാണ് ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തേണ്ടത്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് എല്ലാ പ്ലേസിലും. ഇതാണ് നെല്ലിയാമ്പതി ടൗൺ. ഇത്ര ടൈം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ. ബട്ട് ഈ ഒരു ടൗൺ എത്തിയപ്പോൾ ഇതാണ് കാഴ്ച. ഫോഗ് വന്ന് മൂടുന്നു ഫുള്ള്.
ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ടായിരുന്നു. അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ വിചാരിച്ച എറണാകുളത്ത് നിന്ന് വിളിക്കുന്നതായിരിക്കുന്നത്. ബട്ട് അച്ഛൻ എടുത്തപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ നെല്ലിയാമ്പതിയുണ്ട്, എന്നെ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി വാ, ഞാൻ ടൗണിലുണ്ടെന്ന്. സോ അത് കേട്ട ഉടനെ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. സോ ഞങ്ങൾ അച്ഛനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോന്ന. അങ്ങനെ ഇതാ അച്ഛനറിയ ബസ് സ്റ്റേഷനെത്തി. ഞങ്ങൾ ഇന്ന് ലഞ്ച് കഴിച്ചത് ഐഡിയൽ ഹോളിഡേസ്. ലഞ്ച് കഴിച്ചതിന് ശേഷം ഓഫ് റോഡ് പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഇന്നലെ ഒരു വണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓഫ് റോഡ് പോകാൻ. സോ അവനെ തന്നെ വിളിച്ചിന്ന് ഓഫ് റോഡ് പോകാൻ വേണ്ടി റെഡിയാക്കി. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് 2 സ്പോട്സിലേക്കായിരുന്നു. അതായത് മിന്നാറും പാറയും പിന്നെ മാട്ടുമലയും. പിന്നെ 3ാമത്തെ സ്പോട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കരാശൂരിയും മാട്ടുമലയും മിന്നാറും പാറയായിരുന്നു ഞങ്ങളെ 3 ഓഫ് റോഡിങ് സ്പോട്സ്. 18 കിലോമീറ്റർ ഡീപ് ഫോറസ്റ്റിലേക്കൂടെയുള്ള ഒരു
ഓഫ് റോഡിംഗ് യാത്രയായിരുന്നു ഇത്. ഇതാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇവിടെ ഒരു എൻട്രി ഫീ ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് 50 രൂപ പെർ പേഴ്സണും 100 രൂപ വെഹിക്കിളും. മിന്നാരംപാറ വ്യൂ പോയിന്റിൽ എത്തി. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഈ ഒരു ഓഫ് റോഡ് യാത്ര അടിപൊളിയായിരിക്കും. ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ മാട്ടുമല വ്യൂ പോയിന്റ് കാണാൻ പറ്റും. അങ്ങനെ മിന്നാരംപാറ കവർ ചെയ്ത് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ മാട്ടുമലയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഈ ഒരു ട്രക്കിംഗ് ഓഫ് റോഡ് യാത്ര ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പിന്നെ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു 50 രൂപ പെർ പേഴ്സൺ. അത് ഫോറസ്റ്റിന് വേണ്ടി മാത്രമല്ല. അതെന്താണെന്ന് വെച്ചാൽ 50 രൂപ ഞങ്ങളൊരു ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ ഒരു എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഇൻഷുറൻസ് ഒക്കെ എടുത്ത് ഓഫ് റോഡ് യാത്ര പോകുന്നത്. ഞങ്ങളിതാ സെക്കൻഡ് വ്യൂ പോയിന്റ് ആയ മാട്ടുമലയിലെത്തി. എങ്ങോട്ട് നോക്കിയാലും മലകൾ മാത്രം. ഇവിടുന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് പറമ്പിക്കുളം മൗണ്ടൻ ഒക്കെ കാണാൻ പറ്റും. അത് കൂടാതെ പറമ്പിക്കുളം ഡാമും കൂടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെയാണ് മോഹൻലാലിന്റെ ഭ്രമരം മൂവി ഷൂട്ട് ചെയ്തത്. ക്ലൈമാക്സ് ജീപ്പ് ഫൈറ്റ് ഒക്കെ ഇവിടെ നിന്നാണ് ചേസിംഗ് സീനൊക്കെ ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ കാരാശ്ശേരി ആയിരുന്നു. ഇതായിരുന്നു അവസാനത്തെ സ്പോട്ട്. മിക്കവരും ഈ കാരാശ്ശേരി ഒഴിവാക്കിയിട്ട് മാട്ടുമലയും മിന്നാരംപാറയായിരുന്നു അധികം ആൾക്കാരും വിസിറ്റ് ചെയ്യുന്ന സ്പോട്ട്. കാണുന്ന ഇവിടുത്തെ ട്രൈബൽസിന്റെ ഒരു അമ്പലമാണ്. ഞങ്ങൾ 3 സ്പോട്സും കവർ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്.
ഞങ്ങൾ അടിപൊളി ഓഫ് റോഡ് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ വണ്ടി വെച്ച് പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തി. ഇതോടുകൂടി ഞങ്ങൾ നെല്ലിയാമ്പതി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ വിസിറ്റ് ആയിരുന്നു ഈ നെല്ലിയാമ്പതിയിലേക്ക്. അടിപൊളി പ്ലേസ് ആണ്, മസ്റ്റ് വിസിറ്റ് ആണ്. അങ്ങനെ ലക്ഷറിയസ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല, ബട്ട് കാം ആൻഡ് പീസ്ഫുൾ ആയിട്ട് നല്ലൊരു അടിപൊളി സ്ഥലം, അത്ര തന്നെ.